ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ 4729 നമ്പർ ഹദീസ്. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال إنه ليأتي الرجل العظيم السمين يوم القيامة لا يزن عند الله جناح بعوضة. നബി തങ്ങൾ പറയാണ്, ഇന്നഹു ലയഅതി റജുലു, നാളെ മഹ്ശറയിൽ പരലോകത്ത് വിചാരണയുടെ ദിനം തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അവൻ ജനങ്ങൾക്കിടയിലേക്ക് വിചാരണയുടെ സാഹചര്യത്തിൽ അവൻ വരും. അർറജുലു അൽ അമീൻ, വലിയ മനുഷ്യനായിരിക്കും. അസ്സമീൻ, നല്ല തടിമാടനായ, നല്ല വണ്ണവും തടിയും വണ്ണവും ഒക്കെ ഉള്ള, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. നാട്ടിലെ വലിയ പ്രതാപിയും നിലവാരമുള്ള ആളും നാട്ടിൽ വലിയ യോഗ്യതയുള്ള ആളും ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനമുള്ള ആളൊക്കെ ആയിരിക്കും. അയാൾക്ക് സെക്യൂരിറ്റി ഉണ്ടാവും നാട്ടിൽ, അയാൾക്ക് നാട്ടിൽ ഭയങ്കര അംഗീകാരവും ബഹുമാനമൊക്കെ ഉണ്ടാവും. നല്ല പണവും പൈസയും തറവാടും ആഢ്യത്വവും ഒക്കെ ഉള്ള, നല്ല തടി മണ്ണൊക്കെ ഉള്ള ഒരു വലിയൊരു ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ മഹ്ശറയിലേക്ക് വരും. ഇതിന് നബിക്ക് പറയാ, ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഅൂള, ഊതിയാൽ പറക്കുന്ന കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അള്ളാഹു അയാൾക്ക് വില കൊടുക്കൂല. ലാ യസ്നു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ തൂങ്ങൂല, അയാൾക്ക് നിലയുണ്ടാകൂല. ജനാഹ ബഅൂളത്തിൻ, കൊതുവിന്റെ അത്രയും നല്ല, കൊതുകിന്റെ ചിറകിന്റെ അത്രയും. ചെറിയ നോക്കിയാൽ കാണാത്ത നിസാര ജീവിയായ കൊതു, ആ കൊതുവിന്റെ ചിറകത്ര ഉണ്ടോ അതിന്റെ അത്രയും പോലും ഒരു നിലയും അള്ളാഹു തആല കൊടുക്കൂല. എന്നിട്ട് നബി തങ്ങൾ അൽ കഹ്ഫ് സൂറത്തിൽ ആയത്തോതി, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഈ കാര്യം പറഞ്ഞിട്ട് നബി തങ്ങൾ ഓതുകയാണ്. നമ്മൾ ഇന്നലെ ഓതിയ അൽ കഹ്ഫ് സൂറത്തിലെ 105 ആയത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്. അൽ കഹ്ഫ് സൂറത്തിൽ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാരാ? നാട്ടിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യും. അൽ കഹ്ഫിൽ അല്ലാഹ് പറയാ, എന്ത്? ഖുൽ, നബിയങ്ങൾ പറഞ്ഞു കൊടുക്കി, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, ഏറ്റവും വൃത്തികെട്ടവന്മാർ, നീചർ, നികൃഷ്ടർ, ഏറ്റവും ദുഷ്വൃത്തികൾ ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ? അവരാരെന്ന് വെച്ചാൽ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നാട്ടിലൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കുറേ മനുഷ്യന്മാരാ. അവർ വിചാരിച്ചത് അതൊക്കെയാണ് നല്ല നന്മകൾ എന്നാണ്. ഉള്ളിൽ യഥാർത്ഥ ഈമാനും തഖ്വയൊന്നും ഉള്ളിലുണ്ടാവില്ല. പൊതുരംഗത്ത് വലിയ സജീവായിരിക്കും. ഖൽബ് ശുദ്ധിയാക്കുകയോ ഖൽബിൽ ഈമാനോ ഒന്നും ഉണ്ടാവൂല. ഖൽബിൽ ഫുള്ള് കുശുമ്പും കുഫറും, അല്ലെങ്കിൽ ഖൽബ് നന്നാക്കാതെ പുറത്ത് ഭയങ്കര പ്രവർത്തനമായിരിക്കും. എന്നിട്ട് അവർക്ക് ഒരു തോന്നലുണ്ട്, ഇതൊക്കെയാണ് വേണ്ടത്. എന്താ കുറെ നിക്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട്, എന്താ കുറെ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അങ്ങനെ ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളെ കൂടെ നിൽക്കുക, എല്ലാവരും ഒത്തുപിടിക്കുക, എല്ലാവരും ചേർത്ത് പിടിക്കുക, എല്ലാവരും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറുക, ഇതൊക്കെ കാര്യമുള്ളത്. അല്ല കുറെ നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മാവ് ശുദ്ധിയാക്കാതെ കർമ്മങ്ങളൊന്നുമില്ലാതെ വേറെ നിലക്ക് സജീവാവും. അവരെ പറ്റി ഖുർആൻ പറയാണ്, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർക്കൊരു തോന്നലുണ്ട് അവർ ചെയ്യണതാണ് നല്ലത്, അവർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഉഷാറ്, അവർ നല്ല കാര്യം ചെയ്യുന്നവർക്ക് തോന്നും. പക്ഷേ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, ഖിയാമത്ത് നാളിൽ ഒരു ചെറിയ തരി പോലും തൂക്കം നാം അവർക്ക് കൊടുക്കൂല, ഒരു നിലയും പടച്ചോൻ കൊടുക്കൂല. അള്ളാഹുവിടെ നീട്ടി തൂക്കി എറിയുമെന്ന് അൽ കഹ്ഫ് സൂറത്ത്. ഈ ആയത്ത് ഓതിയിട്ടാണ് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, മറ്റേ തടി മണ്ണൊക്കെ ആയിട്ട് നാട്ടിലെ മാതിരി വലിയ കുപ്പായൊക്കെ ഇട്ട് ആൾക്കാരുടെ ഇങ്ങനെ വരും. നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ നിലയും വലിയൊക്കെ ഉള്ള ആളായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. എവിടെ നല്ല കാര്യം അവിടെയൊക്കെ മുമ്പിലുണ്ടാവും. അവൻ്റെ പൂരി അതൊക്കെയാണ് നല്ലതെന്നാണ്. ആരെപ്പറ്റിയാ പറഞ്ഞതെന്നറിയോ? ഈമാൻ ഉള്ളിൽ ശരിക്കില്ലാതെ, തഖ്വല്ലാതെ, ഖൽബ് നന്നാക്കാതെ, അമലുകളൊന്നും ഇല്ലാതെ വേറെയുള്ള കാര്യങ്ങൾ സജീവമാകുന്ന ആളുകൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ആളുകൾക്ക് പറ്റിപ്പോകുന്നൊരു അബദ്ധം അവിടെയാണ്. അവർ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പൊതുരംഗത്തൊക്കെ സജീവമാകുമ്പോൾ അവർക്ക് തോന്നും എല്ലാവരും കൂട്ടിപ്പിടിച്ച് എല്ലാവരോടും ചിരിച്ച് പെരുമാറി തൊണ്ട് കൈയിട്ട്
എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ അള്ളാഹു തആല പറഞ്ഞതൊന്നും കേൾക്കൂല, ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യും, ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യൂല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഉള്ളില് സ്വകാര്യ ജീവിതത്തിൽ തഖ്വയൊന്നും ഉണ്ടാവൂല. അതിലൊക്കെ എന്താ കാര്യമില്ലത്? ആൾക്കാർക്ക് ഉപകാരം ചെയ്യാൻ, നല്ലത് ചെയ്യാൻ എന്ന് മാത്രം ചിന്തിച്ചിട്ട് അതാണ് നല്ലതെന്ന് പറഞ്ഞു നടക്കുക. അതാ ഖുർആൻ പറഞ്ഞത്. അവര് ദുനിയാവിൽ പല കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് അവർക്ക് തോന്നും യഹ്സബൂൻ, അവർക്ക് തോന്നും അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്യണ നല്ല കാര്യങ്ങൾ, അവർ ഒരുപാട് ദീനീ കാര്യം ചെയ്യണ്ടല്ലോ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്, ആയിരം നല്ല കാര്യം, അതൊക്കെ വേണ്ട തന്നെ. പക്ഷെ അടിസ്ഥാനപരമായി ഈമാനും തഖ്വയും ഹൃദയ ശുദ്ധീകരണവും ഒക്കെയാണ് മനുഷ്യനിക്ക് വേണ്ടത്. അതോടൊപ്പമാണ് ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒക്കെ നിഷ്പ്രഭമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അലതാക ഹദീതുൽ ഗാശിയ വുജൂഹു യൗമദിൻ ഖാശിയ. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതല്ലേ ജുമാക്ക് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നത്, അലതാക ഹദീതുൽ ഗാശിയ വുജൂഹു യൗമദിൻ ഖാശിയ. നാളെ മഹ്ശറിൽ എല്ലാവരും പേടിച്ച് വെപ്രാളപ്പെടുന്ന ദിവസം ഉണ്ടാവും. ആമിലത്തുൻ നാസിബ, ഒരുപാട് ഇബാദത്ത് ചെയ്ത് 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 ക്ഷീണിച്ച കുറെ മനുഷ്യന്മാർ അതുണ്ടാവും. ആമിലത്തുൻ നാസിബ, ഒരുപാട് അമൽ ചെയ്തു, ആമിലത്തുൻ കുറെ ഇബാദത്തും ധ്യാനവും ഒക്കെ ചെയ്ത്, അങ്ങനെ ചെയ്ത് ചെയ്ത് ആരാധനകളൊക്കെ എടുത്തിട്ട് നാസിബ, ക്ഷീണിച്ചു പോയി, തടിയൊക്കെ പറ്റ ശുഷ്കിച്ച് ഉണങ്ങിപ്പോയി. കാരണം എന്താ? ഇബാദത്ത്, ആരാധന അതന്നെ. പക്ഷെ എന്താ എൻ്റെ ഫലം എന്നറിയോ? തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന തീനാളങ്ങളുള്ള നരകത്തിലേക്ക് അങ്ങനെയുണ്ട് വലിച്ചെറിയവരെ. അവർക്ക് എന്തിനു പണി? ആമിലത്തുൻ നാസിബ, ഒരുപാട് ആമൽ എടുത്ത് 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 ക്ഷീണിച്ചു പോയി, ഒന്നും കാര്യം കിട്ടിയില്ല. കാരണം ഒരു ഉപകാരം കിട്ടിയില്ല. ഇപ്പൊ കുറേ ഇബാദത്തെടുത്ത് നന്നാക്കേണ്ടത് നന്നാക്കാതെ, റെഡിയാവേണ്ടത് റെഡിയാക്കാതെ, പുറമെ കുറെ ആരാധന എടുത്തുകൊണ്ട് അതും കാര്യമില്ല. അതാണ് പറഞ്ഞത് ആമിലത്തുൻ നാസിബ. ഇപ്പൊ നമ്മളെപ്പോഴും മർമ്മപ്രധാനമായിരിക്കുന്നത് അള്ളാഹു നോക്കുന്ന ഹൃദയങ്ങളാണ്, കൽബുകൾ നന്നാക്കുകയാണ്, ശുദ്ധിയാക്കുകയാണ് വേണ്ടത്. നമ്മൾ സുബൈക്ക് ഓതിയത് സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകളാണ്. അള്ളാഹു തആല പറഞ്ഞ എന്താ? മനുഷ്യന്മാരുടെ ഇടയിലല്ല, നിങ്ങളെ പെരുമാറ്റങ്ങളെ നന്നാക്കണം. അത് അള്ളാഹു തആല പറഞ്ഞത്. പറയാണ് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖിഹി മൈത, അറുത്തിട്ട പോത്തിന്റെ ഇറച്ചി തിന്നണ മതി. അയുഹിബ്ബു അഹദുക്കും, സൂറത്തുൽ ഹുജറാത്ത് അള്ളാഹു തആല ചോദിക്കുക 12-ാമത്തെ ആയത്ത്. എടോ അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അൻ യഅകുല ലഹ്മ അഖിഹി മൈത, മരിച്ചടക്കുന്ന നിങ്ങളെ സഹോദരന്റെ ഇറച്ചി പച്ചക്ക് തിന്നാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉളുപ്പുണ്ടോ? ഫകരിഹ്തുമു, അത് നിങ്ങൾക്ക് വെറുപ്പേക്കാരല്ലേ. എന്നാൽ അതന്നെയാണ് എന്ത്? ഗീബത്ത് എന്ന് പറഞ്ഞത്. ചിലവരെ പറ്റി ഇങ്ങനെ ഗീബത്ത് പറഞ്ഞെടുക്കുക, ഇതേൻ്റെ ആവശ്യം. വലാ തജസ്സസു, നിങ്ങൾ ഈ CID പണി എടുക്കരുത്, മണത്ത് വെക്കണ പണി എടുക്കരുത്. വലാ തജസ്സസു, ഇങ്ങനെ ചുഴിന്നന്വേഷിക്കുക, അവിടെ എന്താ ഉണ്ടായത്, ഇവിടെ എന്താ ഉണ്ടായത്, അതെന്താ ഒരു തെറ്റിപ്പിരിയാനുള്ള കാരണം, അവിടെ എന്താ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം, ആ കല്യാണം എന്ത് ഒഴിവായത്, ആ നിക്കാഹ് എന്തോ ഒഴിവായത്, എന്തോ മൂല്യരംഗ് വരാഞ്ഞ്, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുക, ചിക്കിപ്പൊറുക്കി എടുക്കുക. വലാ തജസ്സസു, നിങ്ങളൊരിക്കലും ജാസൂസ് പണി ചെയ്യരുത്, രഹസ്യാന്വേഷണ സ്വഭാവം, ചാരപ്പണി എടുക്കരുത്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, പിന്നൊക്കെ ഇങ്ങനെ കുറേ ഭാവനകളാണ്. ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന്, നിങ്ങൾ കുറേ ഭാവനകളാണ് നിങ്ങൾക്ക് മെയിൻ പ്രശ്നം, ഒക്കെ ഒഴിവാക്കണം. നമ്മൾ ഓതിയ ആയത്താണ്, ഇജ്തനിബൂ, നിങ്ങൾ ഒഴിവാക്കണം. കസീറൻ മിനൽ, കുറേ ഇങ്ങനെ ഭാവനകൾ ചിന്തിച്ചുണ്ടാക്കും, ഇങ്ങനെ ഇക്കാരം, അങ്ങനെ തന്നെ ഇക്കാരം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കാനാണ്. മൂപ്പർ അവിടെ കണ്ട് മൂപ്പർ അതിന് പോയത് ഇക്കാരം. ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്ന്, നിങ്ങളെ ഭാവനകൾ അത് നിങ്ങൾ ഒഴിവാക്കണം. കാരണം എന്താ പറയുക? ഇന്ന ബഅ്ദ-ളന്നി ഇസ്മ, കാരണം മിക്കവാറും പല ധാരണകളും വലിയ തെറ്റിലേക്ക് എത്തിക്കുക, അത് വലിയ തെറ്റിലേക്കും വലിയ ദോഷത്തിലേക്കൊക്കെയാണ് എത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. വലാത്തജസ്സസു, നിങ്ങൾ ചുഴിന്നന്വേഷിക്കാനും പാടില്ല. എന്നിട്ട് അല്ലാഹു തആല കൃത്യമായിട്ട് പറയണം എന്താ? ഇത്തരം വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇബാദത്തെടുത്താൽ അത് കാര്യമൊന്നുമില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഒരുപാട് ഇബാദത്തെടുത്തു, ഇതൊന്നുമില്ല, നശിച്ചു പോയി. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്, അതായത് ഏതുണ്ട്? ഈ തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നന്മകൾ മാത്രം ചെയ്യുന്നുണ്ട്,
പക്ഷേ ഈ ബാത്തുകളിൽ ഒന്നും കാര്യമില്ല. അപ്പോൾ ഒരിക്കൽ നബി തങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ നബി സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ആയത്ത് ഊതിയിട്ടാണ് പറഞ്ഞത്. ചില മനുഷ്യന്മാർ വലിയ വലിയ മാന്യന്മാർ, വലിയ വലിയ മാന്യം. ഇവിടെ അങ്ങനെയാണല്ലോ, വേഷം കൊണ്ട് തന്നെ അറിയും വലിയ ആളാണെന്നറിയും. നമ്മൾ വരുത്തും മണക്കെ നല്ലതാണ്, നല്ല വേഷം വേണം, നല്ല വേഷവിധാനങ്ങളൊക്കെ നല്ല തന്നെയാണ്, വേണ്ട തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സദസ്സൊക്കെ ഒരു സഭയെ കണ്ടെത്തുമ്പോൾ ഇതിൽ ഏതാ രാഷ്ട്രീയക്കാരെ കണ്ടറിയാം. ആരാ പ്രസിഡന്റ്, സെക്രട്ടറി, ആരാ വാർഡ് മെമ്പർ, കണ്ട ഏത് പാർട്ടിക്കാരൻ തന്നെ അറിയാം. എന്താ അവൻ്റെ തുണിമുക്ക് നോക്കിയാൽ മതി, കുപ്പായത്തൊക്കെ നോക്കിയാൽ മതി, അവൻ്റെ കീശ കുത്തിയ പെണ്ണിൻ്റെ ബ്രാൻഡ് ഏതാ നോക്കിയാൽ മതി. ഒക്കെ നോക്കിയാൽ നിലയും വിലയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് കളിയാക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഓൻ വരും, അതേമാതിരി വരും. അൽ അദീം അസ്സമീൻ, ഭയങ്കര ഗൗരവത്തിൽ, വലിയ ഹൈ ക്വാളിറ്റിയിൽ അതിൻ്റെ ബ്രാൻഡിലൊക്കെ വരും. അപ്പോൾ ആൾക്കാർക്കിടയൊക്കെ വന്നിട്ട് പടച്ചു എന്ത് ചെയ്യും, തൂക്കേണ്ടറിയും. ലാ യസിനു ഇൻദല്ലാഹി ജനഹ ബഅദ, കൊതുവിൻ്റെ ഈച്ചച്ചിറകിൻ്റെ വില പോലും നമുക്ക് പടച്ചോൻ കൊടുക്കൂല. എന്നിട്ട് അൽക്കഹ്ഫിൽ ആയത്ത് ഓതി, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, 104-ാമത്തെ ആയത്ത്. സുബൈക്ക് തന്നെ ഈ ആയത്തും അതീത്തൊക്കെ നമ്മുടെ ഖൽബ് തുറന്നു ചിന്തിക്കാനും ജീവിതം അള്ളാഹുവിൻ്റെ തഖ്വയിലായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ നിന്നൊക്കെ വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.